+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവ്രി വൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജാനുവരി ബാച്ചിൽ അഡ്മിഷൻ എടുത്തവർ അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ജാനുവരി ബാച്ചിൽ എക്സാം എഴുതാൻ പോകുന്നവർ ഇപ്പോൾ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഓൾമോസ്റ്റ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സ്റ്റുഡൻസിന് അറിയാം. എന്നിരുന്നാലും ഇപ്പോൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ്, അതായത് ജാനുവരി ബാച്ചിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിനെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയുമെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അസൈൻമെൻറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. +2 കഴിഞ്ഞ് ഡിഗ്രി ഏത് കോഴ്സ് എടുക്കും എന്നാണ് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഡൗട്ട്. ഡിഗ്രി ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കോഴ്സ് എടുത്താൽ ഭാവി സാധ്യതകൾ എന്തൊക്കെയാണ്, അത് പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒട്ടുമിക്ക സ്റ്റുഡൻസിനും ഉള്ളൊരു ഡൗട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദിൽ സാറിൻ്റെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ഓൾമോസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഓരോ ഡിഗ്രി കോഴ്സിൻ്റെയും ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഫൈനൽ ഗ്രേഡ് കാർഡിൽ നിങ്ങളുടെ ടോട്ടൽ, അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ അസൈൻമെൻറ്റിൻ്റെയും 30% മാർക്കാണ് ഫൈനൽ ഗ്രേഡ് കാർഡിൽ വരിക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ തിയറി പേപ്പർ, അതായത് നിങ്ങളുടെ മെയിൻ പേപ്പറിൻ്റെ അതേ വാല്യൂ തന്നെയാണ് അസൈൻമെൻറ്റിനും കൊടുക്കുന്നത്. അതായത് തിയറി പേപ്പറിൽ നിങ്ങൾ പാസ്സാകുന്നത് പോലെ തന്നെ അസൈൻമെൻറ്റിലും നിങ്ങൾ പാസ്സായിരിക്കണം. ഇപ്പോൾ ചില സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, തിയറി, അതായത് നമ്മൾ എഴുതിയെടുക്കുന്ന പേപ്പറും അതുപോലെ അസൈൻമെൻറ്റിൻ്റെ മാർക്കും ജോയിൻ ചെയ്തിട്ട്, അതായത് രണ്ടും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണോ നമ്മൾ പാസ്സാവുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യമേ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങൾ ഇൻഡിവിജ്വലി പാസ്സാവണം. അതായത് നിങ്ങൾ തിയറി പേപ്പറിലും പാസ്സാവണം, ആ പേപ്പറിൻ്റെ അസൈൻമെൻറ്റിലും സെപ്പറേറ്റ് പാസ്സാവണം. അല്ലാതെ രണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 200-ലല്ല മാർക്ക് വരുന്നത്. സെപ്പറേറ്റ് 100-ൽ, അതായത് 100-ലാണ് അസൈൻമെൻറ്റിൻ്റെ മാർക്കെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലി അതിലും പാസ്സാവണം. തിയറി പേപ്പറും 100-ലാണെങ്കിൽ അതിലും നിങ്ങൾ ഇൻഡിവിജ്വലി പാസ്സാവണം. തിയറി പേപ്പറിൽ നിങ്ങൾക്ക് 95 മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ച് അസൈൻമെൻറ്റിൽ 10 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ഫെയിലാണ്. അപ്പോൾ അസൈൻമെൻറ്റ് വീണ്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം എഴുതാനുണ്ട്. എഴുതുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് നല്ല മാർക്ക് മേടിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അസൈൻമെൻറ്റ് തയ്യാറാക്കണം. കാരണം ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും 85+ മാർക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഡിഗ്രിക്ക് പോകുമ്പോൾ എല്ലാ സ്റ്റുഡൻസിനും അറിയാം, അവർക്ക് CE മാർക്ക് വളരെ കുറവായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരാറുണ്ട്. ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് നിങ്ങൾ നല്ല രീതിയിൽ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റിൻ്റെ മാർക്ക് ഒരു 85+ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുക. ഇപ്പം തന്നെ എഴുതി സ്റ്റാർട്ട് ചെയ്യുക. അതായത് ലാസ്റ്റ് മൊമെന്റിലോട്ട്, ഇപ്പം നമുക്കറിയാം സെപ്റ്റംബറിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്കിലും അവസാന സമയത്തോട്ട് വെച്ച് ഹറിബറി ആയിട്ട് എഴുതാതെ ഇപ്പം തന്നെ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ അസൈൻമെൻറ്റ് മിനിമം എത്ര പേജ് വേണം എന്ന് എല്ലാ സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്. 35 പേജൊക്കെ മിനിമം വേണോ, അല്ല കുറച്ച് പേജ് മതിയോ എന്ന് എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 1 സൈഡാണ് അസൈൻമെൻറ്റ് എഴുതുന്നത്. അപ്പോൾ 100 മാർക്കിൻ്റെ പേപ്പറാണ്. മിക്കവാറും എല്ലാ അസൈൻമെൻറ്റിനും ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100ആണ്. അപ്പോൾ 100 മാർക്കിൻ്റെ ആൻസർ 1 സൈഡിൽ എഴുതുമ്പോൾ നമുക്ക് അത്യാവശ്യം പേജസ് വേണം. നിങ്ങൾ പേജസ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാതെ മാക്സിമം ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യിച്ച് എഴുതാൻ നോക്കാം. ചില സ്റ്റഡി സെൻറ്റേഴ്സ് പറയാറുണ്ട്, പറഞ്ഞിരിക്കുന്ന അത്ര വേർഡ്സിൽ തന്നെ എഴുതിയാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ നിങ്ങളുടെ ഇൻഡിവിജ്വലി ഓരോ സ്റ്റഡി സെൻറ്ററും നിങ്ങൾക്ക് സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ തരികയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എഴുതിയാൽ മതി. അല്ലെങ്കിൽ മാക്സിമം കണ്ടൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ചിലവർ പറയും ഗ്രാഫും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. ഗ്രാഫും കാര്യങ്ങളും പിക്ചേഴ്സും ഡയഗ്രാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ കഴിവതും നിങ്ങൾ കളർ പെൻസ് അല്ലെങ്കിൽ കളർ പെൻസിൽസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പെൻസിലും അതുപോലെ ബോൾ പെന്നും മാത്രം യൂസ് ചെയ്യുക. എന്തെങ്കിലും വരയ്ക്കാനുണ്ടെങ്കിൽ
പെന്നോ അല്ലെങ്കിൽ പെൻസിലോ യൂസ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള മിനിമം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ റൂൾഡ് ആയിട്ടുള്ള പേപ്പറിൽ എഴുതാൻ പറ്റുമോ എന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റൂൾഡ് ആയിട്ടുള്ള പേപ്പർ യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് അങ്ങനെ പറയുന്നില്ലെങ്കിലും എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സും ഓൾമോസ്റ്റ് A4 സൈസ് പേജ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും A4 സൈസ് ഷീറ്റിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അസൈൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലാണ്. സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ഏതാണോ എന്ന് കൺഫേം ചെയ്തിട്ട് അസൈൻമെൻറ്റ് അന്നേരം സബ്മിറ്റ് ചെയ്യാം. അത് ലാസ്റ്റ് സമയത്ത് എല്ലാം എഴുതി കഴിഞ്ഞ് ഒരുമിച്ച് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് 2 മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഒന്നുകിൽ ബൈ പോസ്റ്റൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സബ്മിഷനാണ് നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ ഞാൻ അബ്രോഡാണ്, എനിക്ക് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തു വിടാം. അല്ലെങ്കിൽ ബൈ പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് അയക്കാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റഡി സെൻറ്റർ, റീജിയണൽ സെൻറ്റർ ഡിഫറൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാത്തവർ ആ വീഡിയോ കാണുക. അപ്പോൾ സ്റ്റഡി സെൻറ്ററിലാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അസൈൻമെൻറ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസൈൻമെൻറ്റ് റിലേറ്റ് ചെയ്ത ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.